ശ്രീ പത്മനാഭൻ, നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരിക മത വൈവിധ്യങ്ങൾ ഒരു ഭാഗത്ത്, പരമ്പരാഗത ജീവിത ശൈലി വച്ചു പുലർത്തുന്ന ഒരു വിഭാഗം മറുഭാഗത്ത്, ഇവർക്കൊക്കെ വേണ്ടി എന്നാണ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നവർ പറയുന്നത്. ഇതുമായി പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇതൊരു സമന്വയത്തിലെത്തിക്കാനുള്ള ഭാഗം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തിൽ ഇപ്പോൾ നിരവധി ചർച്ചകൾക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിരുദ്ധ അഭിപ്രായം ഉയർത്തുന്നവർ ഇതിങ്ങനെ കാലാകാലങ്ങളായി തുടരും. ഇവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഇത് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ എത്തിക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്കല്ലേ ഇനി കേന്ദ്ര സർക്കാർ കടക്കേണ്ടത്? തീർച്ചയായും അതിൻ്റെയൊക്കെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാണ്? രാജ്യത്തിന്റെ രാഷ്ട്രപതി ഒറീസയിൽ നിന്നുള്ള സന്താൾ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി മഹിളയാണ്. അപ്പോ നമ്മൾ എവിടെ എത്തി? ഇനി ഇപ്പൊ ഇവിടെ കാട്ടാനയെ പിടിക്കാൻ പോകുന്ന ടീമിൽ വനിതാ ഫോറസ്റ്റുകാരില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, BSFന്റെ ഓൾ വിമൻ പെട്രോളിംഗ് ടീം ഉണ്ടല്ലോ. രാജസ്ഥാനിലെ ഇൻഡോ പാക് ബോർഡറും അതുപോലെ തന്നെ ഗുജറാത്തിലെ ഇൻഡോ പാക് ബോർഡർ, അതായത് സ്മഗ്ലിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്ന, ഡ്രഗ് സ്മഗ്ലിങ്ങും മറ്റ് സ്മഗ്ലിങ്ങും ആയുധ സ്മഗ്ലിങ്ങും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിൽ ഓൾ വിമൻ പെട്രോളിംഗ് ടീം ഉണ്ട്. BSFന്റെ എല്ലാ പത്രത്തിലും ഫോട്ടോ സഹിതം വാർത്ത വന്ന സ്ത്രീകൾ മാത്രമുള്ള പെട്രോളിംഗ് ടീം. ഞാൻ ചോദിക്കട്ടെ, BSFന്റെ പെട്രോളിംഗ് ടീമിന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വല്ല സൗകര്യമുണ്ടോ? എന്നെക്കാൾ നന്നായി താങ്കൾക്കറിയാം, ഒരു സൗകര്യമില്ല. അപ്പൊ അങ്ങനത്തെ ചുറ്റുപാടിൽ ഓൾ വിമൻ പെട്രോളിംഗ് ടീം രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും ബോർഡറിൽ BSFന്റെ ടീമുണ്ട്. രാജ്യം 33% സംവരണം സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭയിലും കൊണ്ടുവരാനുള്ള നിയമം പാസാക്കി കഴിഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത് 33% സംവരണം സ്ത്രീകൾക്ക് നൽകിക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ എത്തിപ്പോയില്ലേ? പിന്നെ ചില വിഭാഗങ്ങൾക്ക് അവരുടെ പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന റിമോട്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചില സംസ്ഥാനങ്ങളിൽ ട്രൈബൽസിനിടയിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ താൽക്കാലികമായി വേണ്ടിവരും എന്ന് വെച്ച് കേരളത്തിലെയും അല്ലെങ്കിൽ പിന്നെ കുറെ മുന്നോട്ടെത്തിയ സംസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ലേശം മുന്നോട്ടെത്തിയ സംസ്ഥാനങ്ങളിലൊന്നും ഈ ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. ഗോവയിലില്ലാത്ത ആനുകൂല്യം ഉത്തരാഖണ്ഡിൽ കൊടുത്തത് ഉത്തരാഖണ്ഡിലെ പ്രത്യേക സാഹചര്യം കൊണ്ടായിരിക്കാം. ആ ആനുകൂല്യം നോർത്ത് ഈസ്റ്റിൽ കിട്ടാൻ പോകുന്നത്, കാരണം നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസ് ഒക്കെ നല്ല എഡ്യൂക്കേഷൻ കിട്ടി നല്ല പുരോഗതി തേടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ അത് ചില പ്രത്യേക സാഹചര്യങ്ങൾ താൽക്കാലികമായി അനുവദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെയോ എത്തിക്കഴിഞ്ഞു. നമ്മൾക്ക് ഇനി ഈ കടുംപിടുത്തത്തിലൊന്നും നിൽക്കാൻ യാതൊരു എന്താ പറയാ അവകാശവും ഇല്ല, അർഹതയില്ല. ലോകം നമ്മളെ കളിയാക്കും എന്നേ ഉള്ളൂ. കാരണം വികസിത ഭാരതം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയോട് ലോക നേതാക്കന്മാർ ചോദിക്കില്ലേ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ബഹുഭാരിത്വം ഇല്ലേ? 2014 നരേന്ദ്രമോദി വരുമ്പോൾ ജനസംഖ്യയിൽ 68% ശൗചാലയമില്ലായിരുന്നു. ഒക്കെ പോട്ടെ, തീവണ്ടിയിലെ സ്ഥിതി എന്തായിരുന്നു? റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതി ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യമുണ്ടോ? ജൈവ ശൗചാലയങ്ങൾ വന്നില്ലേ? അപ്പൊ അവിടുന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പോലത്തെ ഒരു സമൂഹത്തിന് ഇതിന് യാതൊരു അർഹതയുമില്ല. അടിയന്തരമായി നാം നമ്മുടെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു പരിപൂർണ പരിഷ്കൃത സമൂഹമായി മാറേണ്ട സാഹചര്യമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് 23ാം ലോ കമ്മീഷൻ ഏതാനും മാസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം. ആ ഒരു സമയത്തിന്റെ സാങ്കേതികമായ തടസ്സം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഈ രാജ്യത്ത് അധികം താമസിയാതെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.